ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ അധിക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അധിക ആളുകളും ക്യാറ്റ് കളിക്കുന്നുണ്ടാവും. ക്യാറ്റിൻ്റെ എയർ ഡ്രോപ്പ് ഏകദേശം അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ക്യാറ്റിൽ എന്തൊക്കെയാണ് എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആക്കേണ്ട ടാസ്കുകൾ പെട്ടെന്ന് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമ്മുടെ എയർ ഡ്രോപ്പിന് നമ്മൾ എന്താ പറയുക, എലിജിബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാസം 30 ഇതിൻ്റെ സ്നാപ്ഷോട്ടിൻ്റെ ടൈമാണ്. അതിനുശേഷം കോയിൻസ് ലിസ്റ്റ് ചെയ്യും. നല്ലൊരു മാർക്കറ്റൊക്കെയാണ് കോയിൻസ് ലിസ്റ്റ് ഇവർ തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ക്യാറ്റിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ക്യാറ്റ്സ് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ്. ടോട്ടൽ ക്യാറ്റ്സ് സപ്ലൈ 600 ബില്യൺ ടോക്കൺ സപ്ലൈ ആണ് ഗൈസ്. അതിൽ ഫസ്റ്റ് സീസണിൽ അവർ 55% അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. സീസൺ 1 അതായത് 180 ബില്യൺ ഫോർ സീസൺ 1 ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റിവാർഡ് അവർ. ഇനി എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ OG പാസ്. നിങ്ങൾക്ക് ക്യാറ്റിൻ്റെ ആപ്പ് ടെലിഗ്രാമിൽ ക്യാറ്റിൻ്റെ ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലുണ്ടാവും OG പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ റെഡ് കളറിൽ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടോക്കൺ മിനിമം ഒരു ടോക്കൺ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുക ടോൺ കീപ്പറിൽ നിന്നും. ഒരു ടോണ് മേടിക്കാണ്ട് കുറഞ്ഞ രീതിയിൽ മേടിക്കാനുള്ള ഒരു മെത്തേഡ് എൻ്റെ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോണ് മേടിക്കാം, കുറഞ്ഞ ക്യാഷിന് മേടിക്കാം. അപ്പോൾ ടോണ് മേടിക്കേണ്ട ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ OG പാസ് പെട്ടെന്ന് തീർക്കാനാണ്. രണ്ടാമത്തത് ഡെയിലി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോൺ കീപ്പറിലേക്ക് നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുക. 1-2 നിങ്ങൾ ചെയ്തു വെക്കുക. അത് മൂന്നാമത്തെ ഇൻ ആപ്പ് ആക്ടിവിറ്റീസ്, ടാക്സ്, അതുപോലെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ മിനിമം ഒരു 5 ഫ്രണ്ട്സ് 6 ഫ്രണ്ട്സെങ്കിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അതേപോലെ ആൾ ഫാമിങ്, മറ്റുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയയിൽ പങ്കെടുക്കാനുള്ളത്. അപ്പോൾ ഈ മാസം 30 അതിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ സ്നാപ്ഷൂട്ടാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇത്രയും ടാസ്കുകളൊക്കെ ചെയ്യാം. പിന്നെ ക്യാറ്റ് ബൈബിറ്റിൽ കുക്കോണിൽ 12 മണിക്കൂർ കഴിഞ്ഞാൽ കോയിൻസ് അതിൻ്റെ വാലറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി വിറ്റ്കാറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നേരെ ക്യാറ്റിലേക്ക് പോവുകയാണ്. അവിടെ ഏതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, എന്തെല്ലാം ക്രൈറ്റീരിയകളാണ് വേണ്ടത് എന്നൊക്കെ നോക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ക്യാറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മുകളിലാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം OG പാസിൻ്റെ ആ ഒരു ടാസ്ക് ചെയ്യേണ്ടി വരിക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ. അപ്പോൾ ഗൈസ്, എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബർ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, എയർ ഡ്രോപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് പെട്ടെന്ന് കുറച്ച് കോയിൻസുകൾ നമുക്ക് ഇതിൽ കോയിൻസുകൾ ഇതിൽ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവതാർ എന്നുള്ള ഒരു ഭാഗം കാണാം എയർ ഡ്രോപ്പിൻ്റെ അപ്പുറത്ത്. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും അപ്ഗ്രേഡ് ക്യാറ്റ്. നിങ്ങളുടെ ക്യാറ്റിനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് ക്യാറ്റിനെ അപ്ഗ്രേഡ് എടുത്ത് നമുക്ക് പോയിന്റുകൾ കൂടി വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഈ അപ്ഗ്രേഡ് ക്യാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടാപ്പ് ടു അപ്ലോഡ് ക്യാറ്റ്. നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോസ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. PNG, JPG ഏത് ഫോർമാറ്റിലുള്ള ഫോട്ടോസും പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ക്യാറ്റായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തായാലും കുഴപ്പമില്ല, സ്ക്രീൻഷോട്ട് ആണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് എന്ത് ചെയ്യുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണിൻ്റെ ഗാലറിയിൽ ഫോട്ടോ എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 2 ഫോട്ടോസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാറ്റിൻ്റെ. അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. സെലക്ട് ഓക്കെ കൊടുത്താൽ മാത്രം മതി. ഇത് ഓട്ടോമാറ്റിക് AI ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ് കിട്ടും. ജസ്റ്റ് നമ്മളെ ക്യാറ്റ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് അത്രത്തോളം നമുക്ക് പോയിന്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോസിന് എത്ര ക്വാളിറ്റി കൂടുതലാണെന്ന് വെച്ചാൽ അത്രയും പോയിന്റുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് പോയിന്റ് ഇവിടെ ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ.
ഈ ഒറ്റ ക്യാറ്റി ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴത്തിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് പോയിന്റ് നമുക്ക് കൂട്ടാനുള്ളൊരു മാർഗ്ഗമാണ് ഇത് കേട്ടോ. അതിനുശേഷം ഗോ ടു എന്ന് കൊടുക്കുക. ഗോ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ക്യാറ്റി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ OG പാസ്, ഞാനിവിടെ മുകളിലുണ്ടാവും ഒരു OG പാസ് എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ ഒരു ടോൺ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ OG പാസ് എടുക്കണം. എന്നാലേ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ക്രൈറ്റീരിയയിൽ മസ്റ്റായിട്ട് നിങ്ങളത് ചെയ്യണം, OG പാസ്. അതേപോലെ ഇവിടെ ഡെയിലി ട്രാൻസാക്ഷനിലെടുത്ത് ഇവിടെ മുകളിലൊരു ടാസ്ക് ഉണ്ടോ, അത് നിങ്ങൾ മാക്സിമം ഒന്നോ രണ്ടെങ്കിലും ചെയ്ത് വെക്കുക. കാരണം ഈ മാസം 30-ാം തീയതി ഇതിൻ്റെ സ്നാപ്ഷൂട്ടിൻ്റെ ടൈമാണ്. അതേപോലെ ഒക്ടോബർ 9-ന് ഇത് ലീസ്റ്റിംഗ് ആവും ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ബിറ്റ്കാറ്റിലൊക്കെ ലീസ്റ്റിംഗ് ആണ്. ഇനി 12 മണിക്കൂർ കഴിഞ്ഞാൽ കൂക്കോയില് അതുപോലെ തന്നെ ബൈബിറ്റിലൊക്കെ ലീസ്റ്റിംഗ് ആവാൻ പോവുകയാണ്. ഇതിൻ്റെ നല്ല റേറ്റാണ് ക്യാറ്റ് ടോക്കണിന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് OG പാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ദിവസം ഒരു 3-4 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, നിങ്ങൾക്ക് പോയിന്റ് ഇതേപോലെ വർദ്ധിപ്പിക്കാം. ഇനി എയർ ഡ്രോപ്പിൽ പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, യുവർ ഫൈനൽ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പോയിന്റ് ജസ്റ്റ് അവിടെ കാണിക്കും. ഫാമിങ്ങിലാണ്, കാൽക്കുലേറ്റിന് ടൈം ആയിട്ടില്ല. എക്സ്ചേഞ്ച് നില ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പോയിന്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഫൈനലി കാൽക്കുലേറ്റ് ആയിട്ടില്ല, ഇവിടെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം എക്സ്ചേഞ്ച് നില ഭാഗം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ഗേറ്റ് പറഞ്ഞൊരു വാലറ്റിലേക്കാണ്. അതുപോലെ തന്നെ ബൈബിറ്റ്, കുക്കോയിന്, ഇത്രയും വാലറ്റ് 12 മണിക്കൂർ കഴിഞ്ഞാൽ വിൽ ബി അവൈലബിൾ ഇൻ 12 അവർ 12 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്രയും വാലറ്റുകൾ അവൈലബിൾ. ഓൾറെഡി ഇപ്പോൾ ഉള്ളത് ബിറ്റ്ഗെറ്റിലാണ്. ബിറ്റ്ഗെറ്റിലേക്ക് വിഡ്രോ അടിക്കുന്ന ആളുകൾക്ക് 30,000 ക്യാറ്റ് എക്സ്ട്രാ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റ്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ OG പാസ് 1 ടോൺ എടുക്കുക. അപ്പോൾ 1 ടോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ക്യാറ്റീസിൻ്റെ പുതിയ വന്ന അപ്ഡേറ്റുകൾ. ഈ മാസം 30-ന് സ്നാപ്ഷൂട്ടാണ്. അതേപോലെ തന്നെ അടുത്ത മാസം 9-ന് ലീസ്റ്റിംഗുമാണ്, ഏകദേശം കൺഫേം ആണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.